അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പഠിതാക്കളെ, നമ്മൾ സൂറത്തു സ്വാഫാത്തിലെ 8ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് പ്രവേശിക്കുന്നത്. 48 മുതൽ 55 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ചെറിയ ആയത്തുകളാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്ന ഭാഗം ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഏതാണ്ട് അത്രയും ആയത്തുകൾ നമ്മൾ കവർ ചെയ്തു പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇൻദഹും ഖാസിറാത്തുത് തർഫി ഈൻ കഅന്നഹുന്ന ബൈളും മക്നൂൻ فأقبل بعضهم على بعض يتساءلون قال قائل منهم إني كان لي قرين يقول أئنك لمن المصدقين أإذا متنا وكنا ترابا وعظاما أإنا لمدينون قال هل أنتم مطلعون فاطلع فرآه في سواء الجحيم. നിങ്ങളൊന്ന് ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻദഹും ഖാസിറാത്തുത് തർഫി ഈൻ. كأنهن بيض مكنون فأقبل بعضهم على بعض يتساءلون قال قائل منهم إني كان لي قرين يقول أئنك لمن المصدقين أإذا متنا وكنا ترابا وعظاما أإنا لمدينون قال هل أنتم مطلعون فاطلع فرآه في سواء الجحيم. 55 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതിയത്. 48ാമത്തെ ആയത്ത് വഇൻദഹും ഖാഫാണ്, പിന്നെ സ്വാദാണ്. ഖാസിറാത്തുത് തർഫി ത്വാണ്. അവിടെ യിലേക്ക് പോകരുത്, തർഫി എന്ന് ഓതുക. അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ നമ്മൾ മുമ്പ് ഒക്കെ തജ്വീദിൽ പറയാറുള്ള നൂനുസ്സാക്കിന വത്തൻവീനിന്റെ നിയമങ്ങൾ, കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ പാരായണം ചെയ്യാൻ. 53ാമത്തെ ആയത്തിൽ ചില ഭാഗങ്ങൾ വരുന്നുണ്ട്. ചിലയിടത്ത് അത് മണിക്കണം, ചിലയിടത്ത് ഇൽഹാർ ചെയ്യണം.
ഇദാ മിത്ന വകുന്ന തുറാബൻ വ, അവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. തുറാബൻ വഇളാമൻ, പിന്നെ ഇൽഹാറാണ്. വഇളാമൻ ഇന്നാ ലമദീനൂൻ. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്ന ആദ്യത്തെ ആയത് വഇൻദഹും ഖാസിറാത്തുത് തർഫിഈൻ എന്ന ആയത്താണ്. വഇൻദഹും ഖാസിറാത്തുത് തർഫിഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഉണ്ടാകുന്ന ഇണകളെ പറ്റി, സ്വർഗീയ ഇണകളെ സംബന്ധിച്ച്, സ്വർഗ സ്ത്രീകളെ പറ്റി പറയുകയാണ്. അവരുടെ സവിശേഷതകൾ, അവരുടെ മഹത്വങ്ങൾ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. വഇൻദഹും എന്ന് പറഞ്ഞാൽ അവരുടെ അടുക്കൽ ഉണ്ടായിരിക്കും. സ്വർഗത്തിൽ ഇണകൾ ഉണ്ടാകും എന്നാണല്ലോ, പലതരത്തിൽ അതിനെ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിൽ ആയത്തുകൾ വന്നിട്ടുണ്ട്. ഇണകൾ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തന്നെയുള്ള ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ച വിശ്വാസികളായ അവർക്ക് നാളെ സ്വർഗത്തിൽ ഇണകളായി കഴിയാനുള്ള ഭാഗ്യം നൽകും എന്ന് പറയുന്നുണ്ട്. അതല്ലാത്ത ഇണകൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പം അത് ഒരു മനുഷ്യന് താങ്ങും തണലും സാന്ത്വനവും അതേപോലെ സന്തോഷവും അതേപോലെ തന്നെ പിന്നെ ഒരു ധൈര്യവും ഒക്കെയാണ് ഒരാൾ കൂടെ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വഇൻദഹും അവർക്കരികെയുണ്ടാകും ഖാസിറാത്ത്. ഖാസിറാത്ത് എന്ന് പറഞ്ഞാൽ ചുരുക്കുന്ന, നിയന്ത്രിക്കുന്ന എന്നൊക്കെ അർത്ഥം. ഖാസിറാത്തു ത്വർഫ് എന്ന് പറഞ്ഞാൽ ദൃഷ്ടി നിയന്ത്രിക്കുന്ന സ്ത്രീകൾ എന്നാണ് അർത്ഥം. ഖാസിറാത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു പദമാണ്. കസീർ എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞത് എന്നൊക്കെയാണല്ലോ. അപ്പം ഖാസിറാത്തു ത്വർഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ദൃഷ്ടി ചുരുക്കുന്ന സ്ത്രീകൾ. ഈൻ എന്ന് പറഞ്ഞാൽ ഐൻ എന്ന് കേട്ടിട്ടുണ്ടാവല്ലോ, അതിൽ നിന്നാണ് ഈൻ വരുന്നത്. വിശാലമായ നീണ്ട കണ്ണുകളുള്ള എന്നർത്ഥം. അപ്പൊ ഇവിടെ ഈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഫസ്സിറുകളൊക്കെ പറയുന്നത് കാണാം, അവരുടെ കണ്ണിന്റെ കൃഷ്ണമണി എന്ന് പറയുന്നത് അത് നല്ല കറുപ്പായിരിക്കും, ബാക്കിയുള്ള ഭാഗം നല്ല വെളുപ്പായിരിക്കും, തൂവെള്ളയായിരിക്കും, അവരുടെ കണ്ണുകൾ നീണ്ടതായിരിക്കും, വിശാലതയുള്ളതായിരിക്കും. ഒരു സൗന്ദര്യത്തിന്റെ അടയാളമായിട്ടാണ് അത് പ്രത്യേകം പറയുന്നത്. അറബികളെ സംബന്ധിച്ചിടത്തോളം അത്തരം വർണ്ണനകളൊക്കെ അവരുടെ കാലത്ത് കവിതകളിലൊക്കെ നന്നായി ഉണ്ടായിരുന്നു. അപ്പം വഇൻദഹും ഖാസിറാത്തു തർഫിഈൻ എന്നാണ് പറഞ്ഞത്. അവരുടെ അടുക്കൽ പരദൃഷ്ടി വെക്കാതെ ദൃഷ്ടിയെ നിയന്ത്രിക്കുന്ന തരള നേത്രകളായ സ്ത്രീകളും ഉണ്ടായിരിക്കും. അതാണ് ആയത്തിന്റെ മൊത്തത്തിൽ അർത്ഥം. വിശാല നേത്രമുള്ള സ്ത്രീകളും ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ അവരുടെ ഒരു സിഫത്ത് കൂടി അള്ളാഹു പറയുകയാണ്, കഅന്നഹുന്ന ബൈളും മക്നൂൻ. അവിടെ പുരുഷന്മാരെ പറ്റിയാണ് പറയുന്നത് എങ്കിൽ കഅന്നഹും എന്ന് പറയും. കഅന്നഹും ഇവിടെ സ്ത്രീകളാണ്. കഅന്നഹുന്ന ബൈളും മക്നൂൻ. അവരെ കണ്ടാൽ ഏതുപോലെ ഇരിക്കും? കഅന്നഹുന്ന അവര് യാതൊന്ന് പോലെ ഇരിക്കും. എന്താണത്? ബൈദ്. ബൈദ് എന്ന് പറഞ്ഞാൽ മുട്ടയാണ്. മക്നൂൻ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു വെക്കപ്പെട്ട, ഒളിച്ചു വെക്കപ്പെട്ട, പക്ഷിക്കൂടുകളിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ട മുട്ടകൾ പോലെ ഇരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം ഇതും അറബികളുടെ ഒരു പ്രയോഗമായിരുന്നു. പ്രത്യേകിച്ച് സൗന്ദര്യ വർണ്ണനകൾ നടത്തുമ്പോൾ മുട്ടകളോട് അവർ ഉപമിച്ച് പറയുമായിരുന്നു. അതിൻ്റെ ആ വെള്ളയും അതിൻ്റെ പരിശുദ്ധിയും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ അവർ പക്ഷിക്കൂടുകളിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ട, ആരാലും പിന്നെ മാലിന്യങ്ങളോ അല്ലെങ്കിൽ അഴുക്കുകളോ ഒന്നും ചേരാത്ത രൂപത്തിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ട മുട്ടകൾ പോലെ ഇരിക്കും എന്ന്. അപ്പം 48, 49 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് സ്വർഗ സ്ത്രീകളെ പറ്റിയാണ്, സ്വർഗീയ ഇണകളെ പറ്റിയാണ്. ഇതേപോലെ സമാനമായ ചില ആയത്തുകൾ വേറെയും സൂറത്തുകളിൽ വന്നത് കാണാൻ സാധിക്കും. 2-ാം അധ്യായം ബക്കറ, സൂറത്തുൽ ബക്കറയിലെ 25-ാമത്തെ ആയത്തിൽ കാണാം, വലഹും ഫീഹ അസ്വാജും മുത്തഹറ. സ്വർഗത്തിലെ
പുരുഷന്മാരായ ആളുകൾക്ക് ഇണകളായി അള്ളാഹു നൽകുന്നത് പരിശുദ്ധകളായ സ്ത്രീകളെ ആയിരിക്കും. ഇണകളായി നൽകുന്നത് പരിശുദ്ധകളായ സ്ത്രീകളെ ആയിരിക്കും. പരിശുദ്ധകൾ എന്ന് പറയുമ്പോൾ അവരുടെ സ്വഭാവം പരിശുദ്ധമാണ്, ശരീരം പരിശുദ്ധമാണ്, എല്ലാ നിലയ്ക്കും പരിശുദ്ധിയുള്ള സ്ത്രീകളെ ആണ് അള്ളാഹു അവിടെ നൽകുക. ഒരു സ്വർഗത്തിലെ ഇണയെ കൊണ്ട് സ്വർഗത്തിൽ പിന്നെ ഒരു പുരുഷന് ഒരു നിലയ്ക്കുള്ള പ്രയാസം ഉണ്ടാവില്ല, മറിച്ച് സന്തോഷം മാത്രമായിരിക്കും. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഇണകളായി വിവാഹം കഴിഞ്ഞ് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പലരിലും കടന്നു വരുന്നത് കാണും. ഒത്തിരി പ്രശ്നങ്ങൾ. പലപ്പോഴും ഞാൻ ആരാണ്, ഞാൻ മറ്റൊരാളെ എങ്ങനെ മാനിക്കണം, മറ്റൊരാളിന് എങ്ങനെ പെരുമാറണം, മാത്രമല്ല ഒരു പെണ്ണിനെ സംബന്ധിച്ചുള്ള ഒരു പെണ്ണിനോട് എത്രമാത്രം ഒരു ആദരവും ബഹുമാനവും ഒരു പുരുഷൻ കാണിക്കണം, അതേപോലെ തന്നെ എത്രമാത്രം കടപ്പാടുകൾ ഒരു പുരുഷനുണ്ട് എന്നുള്ള കാര്യങ്ങൾ പുരുഷൻ മനസ്സിലാക്കാത്തത് കൊണ്ടും, അതുപോലെ തൻ്റെ ഭർത്താവിനോട് തനിക്ക് എത്രമാത്രം കടമകളും കടപ്പാടുകളും ഉണ്ട് എന്ന് ഒരു പെണ്ണ് മനസ്സിലാക്കാത്തത് കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. തിരിച്ചറിഞ്ഞാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല. ഇല്ലാതില്ല എന്നല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വരെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലറ ചില്ലറ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ അത് കാണാൻ സാധിക്കും. അപ്പം അതൊക്കെ സന്തോഷത്തിന് വഴിവെക്കും ഒരു പരിധി കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കാണുന്നത് വഞ്ചനയും ചതിയും കാണിക്കുന്ന ഒരുപാട് പേര്, അത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ സ്വന്തം കുഞ്ഞുങ്ങളെ വരെ കൊന്നിട്ടിട്ട് വേറൊരാളുടെ കൂടെ ഒളിച്ചോടുക, ഒളിച്ചോട്ടങ്ങൾ. അപ്പം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ, വലഹും ഫിയ അസ്വാജ മുത്തഹറ, പരിശുദ്ധകളായ ഇണകളായിരിക്കും അവർക്ക് ഇവിടെ ഉണ്ടാകുക എന്നുള്ളത്. ഇവിടെ ഒരു പക്ഷേ നല്ല സൗന്ദര്യമുള്ള സ്ത്രീകൾ ഇണകളായി ഉണ്ടാകാം, പക്ഷെ അവരുടെ സ്വഭാവം അങ്ങേയറ്റം വൈരൂപ്യം നിറഞ്ഞതായിരിക്കാം. സ്വഭാവം വളരെ മോശമായിരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ടല്ലോ, പരസ്പരമുള്ള കടമകളും കടപ്പാടുകളും വിശദീകരിക്കുന്നിടത്ത് ഒരു പുരുഷനോട് പറയുന്നുണ്ട്, നിന്റെ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ നീ നിന്റെ ഇണയോട് ഏറ്റവും സൗമ്യമായി നീ പെരുമാറണം, എങ്കിലേ നിന്റെ ഈമാന്റെ പൂർത്തീകരണം പോലും നടക്കുകയുള്ളൂ. അതുപോലെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു അല്ലാത്ത ഒരു പടപ്പിന് സുജൂദ് ചെയ്യണമെന്നുള്ള കൽപ്പന എൻ്റെ റബ്ബ് എനിക്ക് നൽകിയിരുന്നെങ്കിൽ ഒരു ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്ന് പറയായിരുന്നു. അത്രയേറെ കടമകളും കടപ്പാടുകളും പരസ്പരം നിലനിൽക്കുന്ന ഒരു വസ്ത്രം പോലെ വർത്തിക്കേണ്ട ആളുകളാണ് ഭാര്യാഭർത്താക്കന്മാർ. അത് ഇവിടെ പലപ്പോഴും ശരിയായ വിശ്വാസികൾക്കല്ലാതെ അതിൻ്റെ ഒരു ആനന്ദവും സുഖവും ലഭിക്കണമെന്നില്ല. എന്നാൽ നമുക്കറിയാലോ ഇവിടുത്തെ അവസ്ഥ. അപ്പൊ അള്ളാഹു സ്വർഗത്തിൽ പറയാണ് അവർക്ക് അവിടെ പരിശുദ്ധകളായ സ്ത്രീകളായിരിക്കും. അതുപോലെ നമ്മൾ മുമ്പ് പഠിച്ചു പോയൊരു സൂറത്താണ് വാക്യ, അതിലെ 23-ാമത്തെ ആയത്തിൽ കാണാം, കൽ അംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ എന്ന് പറയുന്നുണ്ട്. അതായത് സൂക്ഷിച്ചു വെക്കപ്പെട്ട മുത്തുകൾ പോലെ. ലുഅ്ലു എന്ന് പറഞ്ഞാൽ മുത്താണ്. മുത്തുകൾ പോലെ അത്രയും പിന്നെ സൗന്ദര്യമുള്ളവരായിരിക്കും അവിടെയുള്ള ഇണകൾ. സൂറത്ത് റഹ്മാനിൽ കാണാം 57-ാമത്തെ ആയത്തിൽ, കഅന്നഹുന്നൽ യാഖൂത്ത് വൽ മർജാൻ, ഇന്ദ്രനീലവും പവിഴവും പോലെ സൗന്ദര്യമുള്ളവരായിരിക്കും. അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ഇണകളെ വിശേഷിപ്പിച്ചത് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു വർണ്ണന അല്ലെങ്കിൽ ആ ഒരു വിശേഷണത്തിന് ശേഷം പിന്നീട് അവിടെ നടക്കുന്ന സംഭാഷണങ്ങളാണ് തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിച്ചിട്ടുള്ളത്. എന്താണ്? ഫഅഖ്ബല ബഅദുഹും അലാ ബഅദിൻ യതസാഅലൂൻ, ഫഅഖ്ബല ബഅദുഹും അലാ ബഅദിൻ യതസാഅലൂൻ. ഫഅഖ്ബല എന്ന് പറഞ്ഞാൽ അവർ മുന്നിട്ട് വരും. അഖ്ബല യുഖ്ബിലു എന്ന് പറഞ്ഞാൽ പരസ്പരം മുന്നിട്ട് വരിക. ഫഅഖ്ബല, അപ്പോൾ അവർ മുന്നിടും, തിരിയും, ബഅദുഹും അവരിൽ ചിലരിൽ ചിലർ, അലാ ബഅദിൻ ചിലരുടെ നേരെ, യതസാഅലൂൻ അന്യോന്യം ചോദ്യം നടത്തിക്കൊണ്ട്. അങ്ങനെ അവർ അന്യോന്യം ചോദിച്ചുകൊണ്ട് ചിലർ ചിലരുടെ നേരെ മുന്നിട്ട് തിരിയും. ഇത് സ്വർഗത്തിൽ നടക്കുന്നതാണ്. എന്നിട്ട് അതില് സ്വർഗത്തിൽ ഒരാള് പറയാണ്, ഖാല ഖായിലും മിൻഹും ഇന്നി കാന ലീ ഖരീൻ. ഖാല, അപ്പോൾ ഒരു വക്താവ് അല്ലെങ്കിൽ ഒരാൾ പറയും, മിൻഹും അവരിൽ നിന്ന്, ഇന്നി തീർച്ചയായും ഞാൻ, ഇന്നി
കാനലി എനിക്കുണ്ടായിരുന്നു, കരീനൻ ഒരു സഹചാരി, ഒരു കൂട്ടുകാരൻ, ഒരു ചങ്ങാതി. എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. കരീൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, എപ്പോഴും കൂടെയുള്ള ആൾക്കാണ് പറയാ. ഉറ്റ സ്നേഹിതൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കരീൻ, ഖുറന എന്നാണ് അതിന്റെ ബഹുവചനം. അപ്പൊ ഇത് ഈ കരീൻ, എൻ്റെ കൂടെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എന്നതിന് മുൻഗാമികളിൽ ഒരാൾ കൊടുത്തിരിക്കുന്ന അർത്ഥം അത് പിശാചാണ് എന്നാണ്. പിശാചാണ്. മറ്റൊന്ന്, മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ജിന്നുകളുടെ കൂട്ടത്തിലും പിശാചുക്കളുണ്ടല്ലോ. അപ്പൊ ആ പൈശാചിക സ്വഭാവമുള്ള ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട കൂട്ടത്തിലെ ഒരാൾ പറയാണ്, എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ എപ്പോഴുമുള്ള എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. പക്ഷെ ആ കൂട്ടുകാരന്റെ പ്രത്യേകത എന്താണ്? യഖൂലു ഇന്നക ലമിനൽ മുസദ്ദിഖീൻ. ആ കൂട്ടുകാരൻ എന്നോട് ഇങ്ങോട്ട് പറയുമായിരുന്നു. യഖൂലു, അവൻ പറയും, ഇന്നക, എന്നോട് ചോദിക്കും, തീർച്ചയായും നീയാണോ, ലമിനൽ മുസദ്ദിഖീൻ, സത്യമാക്കുന്ന ആള്. സത്യം എന്ന് പറഞ്ഞാൽ ഈ മരണശേഷമുള്ള ജീവിതം ഉണ്ടല്ലോ, പരലോകം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതൊക്കെ സത്യമെന്ന് വിശ്വസിക്കുന്നവരിൽ പെട്ടവൻ തന്നെയാണോ നീ എന്ന് എന്നോട് എൻ്റെ ആ കൂട്ടുകാരൻ ചോദിക്കുമായിരുന്നു. ഇന്ന് അവൻ നരകത്തിലാണ്, ഞാൻ സ്വർഗത്തിലാണ്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. അവനെ ഞാൻ ഉപദേശിക്കും. പക്ഷെ എന്നാലും അത്ഭുതത്തോടു കൂടി അവൻ ചോദിക്കും, മരിച്ചതിന് ശേഷം നമ്മൾ ഇനി ജീവിക്കും, അതെന്താണ്, അതെങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് അവൻ അതിനെ പരിഹസിക്കുകയും കളിയാക്കുകയും സംശയദൃഷ്ട്യാ ചോദ്യങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. മാത്രമല്ല, വീണ്ടും അവൻ ചോദിച്ചിരുന്നു, ഇദാ മിത്ന വകുന്ന തുറാബൻ വഇളാമൻ ഇന്നാ ലമദീനൂൻ. ഇദാ മിത്ന, നാം മരിച്ചിട്ടാണോ, വകുന്ന തുറാബൻ, നമ്മൾ മണ്ണായി ഒക്കെ തീർന്നിട്ടാണോ, വഇളാമൻ, മണ്ണ് മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ഈ മാംസം എല്ലാം പോയിട്ട് എല്ലുകളായിട്ട് നമ്മൾ ദ്രവിച്ച് പോയിട്ടാണോ, അല്ല മദീനൂൻ, നമുക്കെതിരെ നടപടിയെടുക്കുന്നത്. അതായത് അള്ളാഹു പരലോകത്ത് വെച്ച് ചോദിക്കും, ചോദ്യങ്ങളുണ്ട്, വിചാരണയുണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ മരിച്ച് മണ്ണും എല്ലുകളുമായി തീർന്നിട്ട് അവിടുന്ന് അള്ളാഹു എഴുന്നേൽപ്പിച്ചിട്ട് നമ്മളെ ഇങ്ങനെയൊക്കെ ചോദിക്കും എന്നാണോ പറയുന്നത്? ഇത് വല്ലാത്തൊരു അത്ഭുതം നിറഞ്ഞ കാര്യമാണല്ലോ എന്ന് ഈ കൂട്ടുകാരൻ ദുനിയാവിൽ വെച്ച് പറയുമായിരുന്നു എന്നാണ്. കണ്ടോ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് പലതരത്തിലുള്ള കൂട്ടുകാരുണ്ട്. ഈമാനുള്ള നല്ല കൂട്ടുകാരുണ്ട്, ഈമാൻ ഇല്ലാത്ത ആളുകളുണ്ട്, പരലോക നിഷേധികളായ ആളുകൾ നമ്മുടെ പരിചയത്തിലുണ്ടാകും. പലതരത്തിലുള്ള കൂട്ടുകാരുണ്ടാവും അല്ലേ? അപ്പം ആ കൂട്ടുകാരെ നമ്മൾ ഉപദേശിച്ചിട്ടുണ്ടാകും, ഉപദേശിക്കണം, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. ഇല്ല എങ്കിൽ നാളെ പരലോകത്തെത്തുമ്പോൾ ആ കൂട്ടുകാരൻ നമ്മളോട് പറയും, എത്രയോ കാലം ഞങ്ങൾ ഒന്നിച്ച് നടന്നതാ, ഒന്നിച്ചിരുന്നതാ, ഒന്നിച്ച് കഴിച്ചതാ അല്ലേ, എവിടെയൊക്കെ യാത്ര പോയത്, എന്നിട്ട് പോലും ഈ ഒരു സത്യം എന്നോട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു തന്നില്ലല്ലോ എന്ന് നാളെ പരലോകത്ത് വെച്ച് പറഞ്ഞാൽ നമ്മൾ കുടുങ്ങും. നമ്മളൊരു അപകർഷതാ ബോധത്തിന്റെ പേരിൽ നാം വിശ്വസിക്കുന്ന സത്യം മറച്ചു വെക്കാൻ പാടില്ല. അത് ഏതെങ്കിലും വിധേന നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം. ഒരു വീഡിയോ അയച്ചിട്ടോ നേർക്ക് നേരെയോ അല്ലേ, അങ്ങനെ ഒരു ലഘുലേഖ കൊടുത്തിട്ടോ ഒക്കെ നമ്മൾ ആ ഹക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ നോക്കൂ, ഈ രൂപത്തിൽ കൂട്ടുകാരൻ സംസാരിച്ചിരുന്നു എന്നാണ്. ദുനിയാവിൽ വെച്ച് കൂട്ടുകാരൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ആ കൂട്ടുകാരന്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താ? അതാണ് തുടർന്നുള്ള ആയത്തിൽ പറയുന്നത്. പിന്നെ 53 വരെയല്ലേ നമ്മൾ പറഞ്ഞു. 54-ാമത്തെ ആയത്ത്, ഖാല ഹൽ അൻതും മുത്തലിഊൻ. ആ കൂട്ടുകാരനെ കാണുന്നില്ലല്ലോ. അപ്പം ഇവര് പറയാണ്, ഈ കൂട്ടത്തിൽ സ്വർഗവാസികൾപ്പെട്ട ഒരാൾ പറയാണ്, ഹൽ അൻതും, നിങ്ങളാണോ, മുത്തലിഊൻ, എത്തി നോക്കുന്നവർ, പാളി നോക്കുന്നവർ, അല്ലെങ്കിൽ ചെന്ന് നോക്കുന്നവർ എന്നൊക്കെ അർത്ഥം പറയാം. ഇത്വല എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക എന്നാണ് അർത്ഥം. ഇത്വല എന്ന് പറഞ്ഞാൽ, അപ്പൊ അദ്ദേഹം കൂട്ടുകാരോട് പറയും, സ്വർഗത്തു നിന്നാണ്, നിങ്ങൾ എത്തി നോക്കുവാൻ ഉദ്ദേശിക്കുന്നവരാണോ? അപ്പൊ അങ്ങനെ ഒരു അവസരം അള്ളാഹു കൊടുക്കുന്ന സ്വർഗവാസികൾക്ക് നരകത്തിലേക്ക്
എത്തി നോക്കാൻ, അവിടുത്തെ അവസ്ഥ കാണാനുള്ള ഒരു അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹം എത്തി നോക്കുന്ന ഫത്തലഅ ഫറആഹു ഫീ സവാഇൽ ജഹീം. ഫത്തല എന്നിട്ട് അദ്ദേഹം എത്തി നോക്കും. ഫറആഹു അപ്പോഴവനെ കാണും, ആ കൂട്ടുകാരനെ കാണും. അത് കാണാനുള്ള ഒരു അല്ലേ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ നരകത്തിലുള്ളപ്പോൾ ആ വ്യക്തിയെ തന്നെ കാണാനുള്ള അവസരം അള്ളാഹു ഈ സ്വർഗവാസിക്ക് ഒരുക്കുകയാണ്. അപ്പോഴവനെ കാണും. ഫി സവാഇൽ ജഹീം. എവിടെയാണ് ആ കൂട്ടുകാരനുള്ളത്? നരകത്തിന്റെ നടുഭാഗത്തായിട്ടാണ് ആ കൂട്ടുകാരനുള്ളത്. നമ്മൾ നരകത്തെ പറ്റി കേട്ടിട്ടുണ്ട്. നരകം എന്ന് പറഞ്ഞാൽ പരലോകത്തെത്തുമ്പോൾ ആ നരകത്തെ മലക്കുകൾ വലിച്ചു കൊണ്ടുവരും എന്നാണ്. നരകത്തെ മലക്കുകൾ വലിച്ചു കൊണ്ടുവരും. ആ വലിച്ചു കൊണ്ടുവരുമ്പം എത്ര കടിഞ്ഞാൺ, എത്ര ചങ്ങല കടിഞ്ഞാൺ വലിച്ചു കൊണ്ടുവരാൻ അതിനെ കെട്ടിയിട്ടുണ്ടാവും? 70,000 കടിഞ്ഞാണുകൾ ആ നരകത്തിനുണ്ടാവും. അതിനെയാണ് വലിച്ചു കൊണ്ടുവരുന്നത് എന്നാണ്. ആ പിന്നെ 70,000 വരുന്ന നരകത്തിന്റെ കണ്ണികളിൽ ഓരോ അതിന്റെ കയറുകളിലും പിടിക്കാൻ 70,000 മലക്കുകൾ ഉണ്ടായിരിക്കും എന്നാണ് ഹദീസ് സ്വഹിയായി വന്നതാണ്. ഓരോ കണ്ണികൾ. അപ്പം 70,000 ഇൻറ്റു 70,000 എന്ന് പറയുമ്പം അല്ലെ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലക്കുകളാണ് നരകം വലിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളതാണ്. അത്രയും വലിയ ആ നരകത്തിന്റെ നടുഭാഗത്ത് സ്വർഗത്തിൽ നിന്ന് ഈ കൂട്ടുകാരൻ എത്തി നോക്കുമ്പോൾ അവനെ കാണാൻ പറ്റും. അതിനുള്ള ആ ഒരു അവസരം അള്ളാഹു ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ തനിക്ക് അള്ളാഹു നൽകിയ ആ സ്വർഗീയ സുഖങ്ങളുടെ വിലയും മഹത്വവും അവൻ അള്ളാഹു കൊടുത്ത നിന്ദ്യതയും ആ സമയത്ത് തിരിച്ചറിയും. അപ്പൊ നമുക്ക് പലതരത്തിലുള്ള പല മതത്തിലുള്ള അല്ലെ കൂട്ടുകാരൊക്കെ ഉണ്ടാകും. അപ്പൊ ആ കൂട്ടുകാർക്ക് സത്യത്തിന്റെ സന്ദേശം ഏതെങ്കിലും നിലയ്ക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. നമ്മൾ നാളെ പ്രതികൂട്ടിൽ നിൽക്കപ്പെടരുത്. ഇപ്പം വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ മുദ്ദസിർ എന്നൊരു അധ്യായമുണ്ട്. മുസമ്മിൽ എന്ന് പറയുന്ന വേറെ സൂറത്തുണ്ട്. അപ്പൊ മുദ്ദസിർ പുതച്ച് മൂടിക്കിടക്കുന്നവനാണ്. അതിലെ 40-ാമത്തെ ആയത്തിൽ കാണാം, ഫി ജന്നാത്തി യതസാഅലൂൻ. അവര് സ്വർഗത്തില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ആരെ പറ്റിയാ സംസാരിക്കുന്നത്? അനിൽ മുജ്രിമീൻ, കുറ്റവാളികളെ പറ്റിയാണ് പറയുന്നത്. അപ്പം ആ കുറ്റവാളികളെ കാണാനും നരകവാസികളെ കാണാനും അവരോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനും അള്ളാഹു അവസരം കൊടുക്കും. അപ്പൊ ഈ സ്വർഗവാസികൾ നരകവാസികളോട് ചോദിക്കും, മാ സലക്കക്കും ഫി സക്കർ. നിങ്ങൾ കിടക്കുന്ന സക്കർ എന്ന് പറയുന്ന ഇത്രയും വലിയ ഘോര നരകത്തില് നിങ്ങളിങ്ങനെ പോകാനുള്ള കാരണം എന്താ? നിങ്ങളെ അള്ളാഹു ഇവിടെ പ്രവേശിപ്പിക്കാൻ കാരണം എന്താ? അപ്പൊ അവര് പറയും, മാ സലക്കക്കും ഫി സക്കർ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, കാലു ലം നക്കും മിനൽ മുസല്ലീൻ. ഞങ്ങള് നമസ്കരിച്ചിരുന്നില്ല കൃത്യമായിട്ട്. നിസ്കരിക്കില്ല എന്ന് വെച്ചാൽ തീരെ നിസ്കാരം ഇല്ല എന്നുള്ളതല്ല, തോന്നും പടിയും തോന്നുന്ന സമയത്തൊക്കെ ആയിരുന്നു നിസ്കാരം. മാ സലക്കക്കും ഫി സക്കർ എന്ന് ചോദിക്കുമ്പോൾ കാലു ലം നക്കും മിനൽ മുസല്ലീൻ, ഞങ്ങൾ കൃത്യമായ നമസ്കാരക്കാരായിരുന്നില്ല. പിന്നെയോ വലം നക്കു നുതഇമുൽ മിസ്കീൻ, കയ്യിൽ ഇഷ്ടം പോലെ പൈസയും പണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മിസ്കീനുകൾക്കൊന്നും ഞങ്ങളുടെ സഹായം വേണ്ടുപോലെ എത്തിയില്ല, അവർക്ക് കൊടുത്തില്ല. അതുപോലെ വകുന്ന നഖൂദു മഅൽ ഖായിലീൻ, ഞങ്ങൾ അടിച്ചു പൊളിച്ച് അങ്ങനെ ഞങ്ങള് പരലോകത്തെ പറ്റി വലിയ ബോധമൊന്നും ഇല്ലായിരുന്നു. കുറെ ആളുകൾ ദുനിയാവിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ സന്തോഷിച്ച് ആഹ്ലാദിച്ച് അങ്ങനെ നടന്നിരുന്നു. അവരുടെ കൂടെ ഞങ്ങളും കൂടി കളിച്ച് നടന്നു. ഇതാണ് ഞങ്ങളെ ഈ നരകത്തിൽ എത്തിച്ചതെന്ന് പറയും. അപ്പൊ കണ്ടോ, ഇവിടെ പരസ്പരമുള്ള ഈ സംസാരങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നല്ല കൂട്ടുകാരെ സമ്പാദിക്കാൻ ശ്രമിക്കണം. നമ്മുടെ സ്വർഗത്തിന് നമ്മളെ സഹായിക്കുന്നത് നല്ല കൂട്ടുകാരാണ്. സ്വഹാബികളൊക്കെ നല്ല കൂട്ടുകാരും നല്ല കൂട്ടുകാരികളും. സ്വഹാബികളൊക്കെ നമ്മളൊക്കെ ഈ പെരുന്നാളൊക്കെ ഇപ്പൊ റമദാൻ വരികയാണല്ലോ. പെരുന്നാളൊക്കെ വരുമ്പോഴേക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്കൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മളതിന്റെ ഡിസൈനുകൾ നോക്കും, വസ്ത്രത്തിന്റെ ക്വാളിറ്റി നോക്കും, അല്ലെ, നല്ല നോക്കി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മുടെ മനസ്സിന് ഇഷ്ടവും തൃപ്തിയും ആകുന്നതേ നമ്മൾ തിരഞ്ഞെടുക്കുള്ളൂ. എന്നതുപോലെ വേണം നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ എന്നാണ്. ഇല്ലെങ്കിൽ അത് നാളെ നമുക്ക് വലിയ അപകടമുണ്ടാക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം നമ്മുടെ മോശമായ അവസ്ഥകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ആക്കിബത്തിനെ, നമ്മുടെ പര്യവസാനത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നാക്കി തരുമാറാവട്ടെ. ഇന്നലെ ഒരു സഹോദരനെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
എനിക്ക് ഹിദായത്തിന് കാരണമായ, ഞാൻ ഷിർക്കിലും അല്ലെങ്കിൽ കുഫറിലും ഒക്കെ ആയിരുന്നു, ഈ പറഞ്ഞ ജാറങ്ങളും മക്ബറുകളൊക്കെ കയറി ഇറങ്ങി അവിടെയുള്ള മഹാന്മാരോടും മഹത്തുക്കളോടൊക്കെ വിളിച്ചു തേടി അങ്ങനെ നടന്നിരുന്ന ആളാണ്. അപ്പൊ അതിൽ നിന്ന് എന്നെ തൗഹീദിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പ്രബോധനം നടത്തി ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാനും ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരാനൊക്കെ കാരണമായിട്ടുണ്ട്. പക്ഷെ ആ മനുഷ്യൻ ഇന്ന് ഇസ്ലാമിലില്ല, ഇസ്ലാമിന്റെ പുറത്താണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമ്മുടെ വല്ലാത്തൊരു ഭീകരമായ ഒരു അവസ്ഥയാണ്. നമ്മുടെ ഈമാൻ നമ്മുടെ അവസാന ശ്വാസം വരെ നിലനിന്ന് കിട്ടാൻ റബ്ബിനോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഇവിടെ നമ്മൾ ഇന്ന് പഠിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ പഠിച്ച സ്വർഗത്തിലെ ഓരോ സുഖങ്ങളും ആനന്ദങ്ങളും പറയുമ്പോൾ ജീവിതത്തിൽ ലൗകികമായ സുഖങ്ങളെയും ആനന്ദങ്ങളെയൊക്കെ തൽക്കാലം മാറ്റിവെച്ച് പരലോകത്തിനു വേണ്ടി പ്രവർത്തിച്ചവർക്കും അധ്വാനിച്ചവർക്കും അള്ളാഹു കൊടുക്കുന്ന മഹാഭാഗ്യവും സുഖാനന്ദങ്ങളുമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ ഒരുക്കം തീർച്ചയായും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അള്ളാഹു ഇതിന് തൗഫീക്ക് ചെയ്യട്ടെ. നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഗ്രൂപ്പിലിട്ടിരുന്നു, നമ്മുടെ കഴിഞ്ഞ പരീക്ഷയിൽ ഉണ്ടായിരുന്ന പരീക്ഷയിൽ നമ്മൾ സമ്മാനമൊക്കെ കൊടുത്തൊരു സഹോദരി, അവർക്ക് പിന്നീട് അല്പം അസുഖം രൂക്ഷമാവുകയും അതിനുശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ച അവർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിരന്തരം പഠന ക്ലാസ്സുകൾ നമ്മുടെ ക്ലാസ്സിലെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ പഠിക്കാൻ വളരെ താല്പര്യമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാന നിമിഷം വരെ ഖുർആനുമായി ചേർന്ന് നിൽക്കാനുള്ള ഒരു മഹാഭാഗ്യം കൊടുത്തു. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ പറയാനുള്ള, ഇന്ന് ഇൻഷാ അല്ലാഹ് നാട്ടിലെ സമയം മഗ്രിബ് കഴിഞ്ഞ്, നമ്മുടെ ഗൾഫ് രാജ്യത്തൊക്കെ ആണെങ്കിൽ അതിന്റെ സമയം നമ്മൾ കൊടുത്തിട്ടുണ്ട് പോസ്റ്റിൽ. അപ്പം നല്ലൊരു ക്ലാസ് ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആണുങ്ങളോട് പറയാനുള്ള, നിങ്ങളുടെ ഭാര്യമാരെ ആ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കണം. അതേപോലെ അവരുടെ കുടുംബത്തിലുള്ള അവരുടെ പരിചയത്തിലുള്ളവരോടൊക്കെ പങ്കെടുപ്പിക്കാൻ. അതേപോലെ സഹോദരിമാരും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പരിചയത്തിലുള്ളവരെ കൂടി ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് റിമൈൻഡ് ചെയ്ത് അവരെ കൂടി ജോയിൻ ചെയ്യിപ്പിക്കുക. നല്ലൊരു ക്ലാസ് ആയിരിക്കും മാഷാ അല്ലാഹ്. നല്ല ക്ലാസ് ആണ് ഡോക്ടർ മുഫാസലയുടേത്. ഇവിടെ കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിൽ കുറേ വർഷങ്ങളായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് സമയം മറക്കാതെ എല്ലാവരും ജോയിൻ ചെയ്യുക. മഗ്രിബ് നാട്ടിലെ സമയമാകുമ്പോൾ മഗ്രിബ് നമസ്കരിച്ച് കഴിഞ്ഞ ഉടനെ ആയിരിക്കും. ഇൻഷാ അല്ലാഹ് എപ്പോഴും ദീനിയായ അറിവുകളുടെയും വിജ്ഞാനങ്ങളുടെയും കൂടെ സഞ്ചരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വാഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.